ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നും ബഹ്റൈനിലെ യാത്രാവിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ബഹ്റൈനിലെ തന്നെയുള്ള അൽ അരീൻ വൈൽഡ് ലൈഫ് പാർക്ക് സന്ദർശിച്ചതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഈ വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന അപൂർവം അറേബ്യൻ മൃഗങ്ങളെയും സസ്യങ്ങളെയും സംരക്ഷിക്കുന്നതിനായി 1976 അൽ അരീൻ വന്യജീവി പാർക്ക് സ്ഥാപിക്കപ്പെടുന്നത്. വന്യജീവികളോടും പ്രകൃതിയോടും താല്പര്യമുള്ള ഏതൊരാൾക്കും ഈ പാർക്ക് തീർച്ചയായിട്ടും ഒരു മികച്ച അനുഭവം തന്നെയായിരിക്കും സമ്മാനിക്കുക. ഈ പാർക്കിലേക്കുള്ള എൻട്രി ഫീസ് എന്ന് പറയുന്നത് 2 ബഹ്റൈൻ ദിനാറാണ് ഒരു അഡൽട്ടിന് വരുന്നത്. 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം തികച്ചും സൗജന്യമാണ്. അപ്പോൾ ഞങ്ങൾ എൻട്രി ഫീസൊക്കെ കൊടുത്ത് പാർക്കിനകത്തേക്ക് കയറി. നിങ്ങൾ കുട്ടികളെയൊക്കെ കൂട്ടിയിട്ടാണ് പോകുന്നതെങ്കിൽ അവർക്ക് വേണ്ട വെള്ളവും അതുപോലെ മറ്റ് സ്നാക്സൊക്കെ കയ്യിൽ കരുതണം. ഏകദേശം 800 ഹെക്ടേഴ്സ് വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു പാർക്കാണിത്. ഓരോ ഭാഗവും നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം 2-2.5 മണിക്കൂറിലധികം സമയം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. കുട്ടികളെ എൻ്റർടൈൻ ചെയ്ത് നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ അവർക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ കരുതിയേ മതിയാവുള്ളൂ. പാർക്കിലെ എൻട്രൻസിൽ തന്നെ കാണാവുന്ന നല്ലൊരു കാഴ്ചയായിരുന്നു ഈ ഫ്ലെമിംഗോസിൻ്റെ കാഴ്ച. അത് നമ്മളെ പ്രത്യേക ശബ്ദമുണ്ടാക്കി മാടി വിളിക്കുന്നതായിട്ട് തോന്നും. വൈവിധ്യമാർന്ന മൃഗങ്ങളുടെ ആവാസ കേന്ദ്രമാണ് ഈ പാർക്ക്. അവയെ പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന രീതിയിലാണ് കാണികൾക്ക് വേണ്ടി ഒരുക്കി നൽകിയിരിക്കുന്നത് എന്നുള്ളതും ഈ പാർക്കിൻ്റെ പ്രത്യേകതയായിട്ട് തോന്നും. പാർക്ക് പൊതുവെ നല്ല അനുഭവങ്ങളാണ് സമ്മാനിച്ചതെങ്കിലും ചില പോരായ്മകൾ ഉള്ളതായിട്ട് തോന്നി. പല ഭാഗങ്ങളിലും സൈൻ ബോർഡുകളുടെ അഭാവം ഉണ്ടായിരുന്നു. എല്ലാ ഭാഗവും ഒരേപോലെയുള്ള വൃത്തി സൂക്ഷിക്കുന്നതായിട്ട് തോന്നിയില്ല. ഈ ടോട്ടോയ്സൊക്കെയുള്ള ഭാഗം അതുപോലെ ഡക്കൊക്കെ ഉണ്ടായിരുന്ന ഭാഗത്ത് വെള്ളമൊക്കെ കുറച്ച് മലിനമായിട്ട് തോന്നി. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയും കുറേ കൂടി വന്യജീവികളെയൊക്കെ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പാർക്ക് വേറെ ലെവലിലേക്ക് എത്തുമെന്നാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. അറേബ്യൻ ഒറിക്സ്, അറേബ്യൻ ഓസ്ട്രിച്ചുകൾ, വിവിധ ഇനം പക്ഷികൾ എന്നിങ്ങനെ അവിസ്മരണീയമായ ചില മൃഗങ്ങളെയൊക്കെ കാണാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ യാത്രയുടെ പ്രധാന സവിശേഷതയായി പറയാനുള്ളത്. ഹെക്ടറുകളോളം വ്യാപിച്ചു കിടക്കുന്ന ഈ പാർക്കിൻ്റെ ഓരോ ഭാഗവും നടന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് വെയിലൊക്കെയുള്ള സമയമാണെങ്കിൽ കുട്ടികളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പാർക്കിൽ നിന്ന് തന്നെ ഇലക്ട്രിക് വെഹിക്കിൾസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1 ബീഡി 5 ബീഡിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കയറിയിരുന്ന് ഓരോ ഭാഗവും ആസ്വദിക്കാൻ വേണ്ടി പറ്റും. ഞങ്ങൾ നടന്ന് തന്നെയാണ് പോയി കണ്ടത് ഓരോ കാര്യങ്ങളും. കാരണം നമുക്കതിനോട് ഭയങ്കര ഒരു താല്പര്യം തോന്നി. അവിടെ എത്തിയപ്പോൾ ഓരോന്നും നടന്ന് കാണുമ്പോഴുള്ള ആ ഒരു ഭംഗിയൊന്നും നമുക്ക് വണ്ടിയിലിരുന്ന് കണ്ടു പോകുമ്പോൾ കിട്ടില്ല എന്ന് തോന്നി. ഈ പഞ്ചവർണ്ണ കിളികളെയൊക്കെ നമുക്ക് കയ്യിലെടുത്ത് വെച്ച് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇങ്ങനെ ഓരോ മൃഗങ്ങളെയൊക്കെ കാണുമ്പോഴും ഞാൻ മനസ്സിൽ കരുതിയത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തന്നെ അവിടുത്തെ ഉഷ്ണം സഹിക്കാൻ വയ്യായിരുന്നു. അപ്പോൾ ഈ മൃഗങ്ങൾ എങ്ങനെയാണ് ഇവിടെ ഇത്രയും ഈ ഒരു ചൂടിൽ സർവൈവ് ചെയ്ത് പോകുന്നത് എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടായിരുന്നു കേട്ടോ നടന്നത്. പാർക്കിൻ്റെ ഓരോ ഭാഗത്തെയും നടപ്പാതകളൊക്കെയും നല്ല ഭംഗിയുള്ളതായിരുന്നു കാണാൻ. പാർക്കിൻ്റെ ഓരോ നടപ്പാതകളിലും ഇരുവശത്തും വലിയ വലിയ മരങ്ങൾ തണലൊരുക്കി നിന്നിരുന്നു. ഇതുകൊണ്ട് തന്നെ പ്രകൃതിയിലെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് പാർക്കിൻ്റെ ഓരോ ഭാഗവും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സാധ്യത കൂടി അവിടെയുണ്ട്. അപ്പോൾ നിങ്ങൾ പാർക്കിൻ്റെ ഒരുവിധമൊക്കെ നടന്ന് കാണുമ്പോഴേക്കും നിങ്ങൾ ഒരുവിധം ക്ഷീണിച്ചിട്ടുണ്ടാകും. അപ്പോൾ പാർക്കിനകത്ത് തന്നെ കഫറ്റീരിയ ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ഒരു തവണയെങ്കിലും നിങ്ങൾ ബഹ്റൈനിൽ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ വൈൽഡ് ലൈഫ് പാർക്കിലേക്കൊന്ന് പോയി നോക്കൂ. ഒരു മെമ്മറബിൾ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.